അപ്പോൾ മക്കളെ എല്ലാവർക്കും വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം വിശാഖ് പാവുമ്പ. അപ്പോൾ നിങ്ങൾ തമ്പനയിൽ കണ്ടതുപോലെ ഇനി ഇമാതിരി ചോദ്യങ്ങൾ ചെയ്ത് സമയം കളഞ്ഞാൽ അടി കിട്ടുമെന്നല്ല, നല്ലിടി കിട്ടും. അതുകൊണ്ട് മക്കളെ ഇനി ഈ ഒരു വീഡിയോ കണ്ട് ഇതേപോലുള്ള ചോദ്യങ്ങൾ കൂടുതൽ പരീക്ഷകൾക്ക് വന്നാൽ നമ്മൾ ടക്കനേത് കണ്ണടച്ചുറക്കുന്ന സമയം കൊണ്ട് ഉത്തരം ചെയ്യും. എന്തായേണ്ട ആന ട്രിക്കാണോ പറയുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല, വളരെ സിമ്പിളായ ട്രിക്ക്, പലർക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. എങ്കിലും നമ്മളൊന്ന് പറയുന്നു അറിയാത്ത ഒരുപാട് പേർക്ക് വേണ്ടി. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇതേപോലുള്ള കൂടുതൽ വീഡിയോസ് നിങ്ങളിലേക്ക് എത്തുന്നതിന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിൻ്റെ മുൻപത്തെ വീഡിയോ പാർട്ട് 1 കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും അതും കാണുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ആദ്യ ചോദ്യത്തിലോട്ട്. ഇതാണ് മക്കളെ ഫസ്റ്റ് ചോദ്യം. ഒരു ചതുരക്കട്ടയുടെ നീളവും വീതിയും ഉയരവും യഥാക്രമം 3:5:8 എന്ന അംശബന്ധത്തിലാണ്. അതിൻ്റെ ഉപരിതല വിസ്തീർണം 1422 സെൻറ്റിമീറ്റർ സ്ക്വയർ ആയാൽ ചതുരക്കട്ടയുടെ ഉയരം എത്രയായിരിക്കും? മക്കളെ ഒരു കഴിഞ്ഞതിൻ്റെ അങ്ങേത്തവണ, അതായത് ഇപ്പം കഴിഞ്ഞ പരീക്ഷയുടെ തൊട്ടു മുമ്പത്തെ CPO പരീക്ഷയുടെ ചോദ്യം ഇത്. നിങ്ങൾ സംശയം ഉണ്ടെന്ന് നോക്കിക്കും. ഇപ്പം കഴിഞ്ഞതിൻ്റെ തൊട്ടു മുമ്പത്തെ CPO നമ്മുടെ സിവിൽ പോലീസ് ഓഫീസർ പരീക്ഷയുടെ ചോദ്യം. അവിടെ 4 ഓപ്ഷനുണ്ട്: 18, 24, 27, 15. ഒന്നുകൂടെ പറയാം. ഒരു ചതുരക്കട്ടയുടെ നീളവും വീതിയും ഉയരവും യഥാക്രമം 3:5:8 എന്ന അംശബന്ധത്തിലാണ്. അതിൻ്റെ ഉപരിതല വിസ്തീർണം 1422 സെൻറ്റിമീറ്റർ സ്ക്വയർ ആയാൽ ചതുരക്കട്ടയുടെ ഉയരം എത്രയായിരിക്കും? അപ്പം മക്കളെ പറഞ്ഞേ, ഒരു ചതുരക്കട്ടയുടെ നീളവും വീതിയും ഉയരവും ഏത് റേഷ്യോയിലാണ് പറ മക്കളെ? 3:5:8 എന്ന റേഷ്യോയിലാണ്. 3:5:8 എന്ന റേഷ്യോയില. ഓക്കെ ആണോ? എങ്കിൽ പറ, ഇവരുടെ ഉപരിതല വിസ്തീർണം എന്നതിലുണ്ട്. കണ്ടുപിടിക്കേണ്ടത് ഇതിൻ്റെ ഉയരം എത്രയായിരിക്കും എന്നാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മുടെ ഓപ്ഷൻ നോക്കി ഉത്തരം കണ്ടുപിടിക്കുന്നതെന്ന് ചോദിച്ചാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. എടാ, യഥാർത്ഥത്തിൽ നീളവും വീതിയും ഉയരവും 3, 5, 8 ആണോ? അല്ല. യഥാർത്ഥത്തിൽ വലിയ 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 3 സംഖ്യകളായിരുന്നു 3 പേരും. അവരെ വെട്ടി 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 ചെറുതാക്കിയപ്പോഴാണ് ഒരുത്തൻ 3, ഒരുത്തൻ 5, ഒരുത്തൻ 8 ആയത്. അല്ലേ? അതെ അതെ. എങ്കിൽ മക്കളെ യഥാർത്ഥത്തിൽ ഒരുപക്ഷെ നീളം 30 ആയിരിക്കും, വീതി 50 ആയിരിക്കും, ഉയരം 80 ആയിരിക്കും. അല്ലേ? നമ്മൾ 10 കൊണ്ട് വെട്ടിയപ്പോഴാണ് 3, 5, 8 ആയത്. അല്ലെ? ചിലപ്പം ഒരു 5 കൊണ്ട് 3 × 5 15, 3 × 5 3 × 5 15 ആയിരിക്കും. അല്ലെ? 5 × 5 25 ആയിരിക്കും വീതി. 8 × 5 40 ആയിരിക്കും ഉയരം. അല്ലേ? 8 × 5 40. അല്ലേ മക്കളെ? അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്ക്. എടാ എന്തായാലും എടാ ഇവരുടെ റേഷ്യോ ആണ് 3:5:8. അപ്പം നീളം എന്ന് പറയുന്നത് മക്കളെ എന്തായാലും ഒരു 3ൻ്റെ ഗുണിതം ആയിരിക്കത്തില്ലേ? ആയിരിക്കും. എടാ 3ൻ്റെ ഗുണിതം ആയിരിക്കും. എടാ ഒരു 3ൻ്റെ ഗുണിതം ആയിരിക്കും. എടാ നീളം 3 എന്ന റേഷ്യോ അല്ല. അതുകൊണ്ട് തന്നെ നീളം മക്കളെ എപ്പോഴും ഒരു 3ൻ്റെ ഗുണിതം ആയിരിക്കും. അല്ലേ? ആയിരിക്കും. എടാ വീതി എന്ന് പറയുന്നത് ഉറപ്പായിട്ടും ഒരു 5ൻ്റെ ഗുണിതം ആയിരിക്കണം. കാര്യം വീതി 5 എന്ന റേഷ്യോ അല്ല. അല്ലേ? അതെ. എങ്കിൽ പറ, ഉയരം എന്ന് പറയുന്നത് മക്കളെ ഒരു 8ൻ്റെ ഗുണിതം ആയിരിക്കണം. 8ൻ്റെ ഗുണിതം ആയിരിക്കണം. കാര്യം ഉയരം മക്കളെ 8 എന്ന റേഷ്യോ അല്ല. അല്ലേ? അപ്പം നമുക്കറിയാം ഇതിൻ്റെ വ്യാപ്തം കാണുന്നത് എങ്ങനെയാണെന്ന് അറിയാം മക്കളെ. വ്യാപ്തം കാണുന്നത് നീളം ഗുണം വീതി ഗുണം ഉയരമാണ് മക്കളെ. LBH. നീളം ഗുണം വീതി ഗുണം ഉയരമാണ്. അപ്പം നീളം ഗുണം വീതി ഗുണം ഉയരം ചെയ്യുമ്പം 8, 5, 40 മക്കളെ. 8, 5, 40 കണ്ടോ? റേഷ്യോ ഗുണിക്കാം. 8, 5, 40 40 3 120. അപ്പോൾ ഉറപ്പായിട്ടും വ്യാപ്തം എന്ന് പറയുന്നത് മക്കളെ 120ൻ്റെ ഒരു ഗുണിതമായിരിക്കണം. എടാ 120ൻ്റെ ഒരു ഗുണിതമായിരിക്കണം. കാര്യം വ്യാപ്തം എന്ന് പറഞ്ഞാൽ L ഗുണം B ഗുണം H, LBH. അപ്പം അവരുടെ റേഷ്യോ ഗുണിച്ചപ്പോൾ 8, 5, 40 40 3 120. അതുകൊണ്ട് തന്നെ മക്കളെ ഇവരുടെ വ്യാപ്തം 120 എന്ന റേഷ്യോയിലായിരിക്കണം. പറഞ്ഞ മനസ്സിലായോ? 120ൻ്റെ ഒരു ഗുണിതമായിരിക്കണം. അപ്പം നമുക്കിവിടെ വേണ്ടത് എന്തുവാ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. നമുക്ക് വേണ്ടത് എടാ ഇവിടുത്തെ ഉയരം എത്രയായിരിക്കുമെന്ന്. നമുക്കറിയാം ഉറപ്പായിട്ട് ഉയരം 8 എന്ന റേഷ്യോയിലായതുകൊണ്ട് 8ൻ്റെ ഒരു ഗുണിതമായിരിക്കണം. ഇവിടെ നമുക്ക് വലിയ എഫർട്ടില്ല. എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഓപ്ഷൻ നോക്ക്. ഓപ്ഷനിൽ 8ൻ്റെ
1, അതായത് ഒരു ഗുണിതമല്ലാത്ത വേറെ ഗുണിതം ഉണ്ടോ? ഇല്ല, ഒറ്റ ഗുണിതമേ ഉള്ളൂ മക്കളെ. ഓപ്ഷനിൽ 8ൻ്റെ ഒറ്റ ഗുണിതമേ ഉള്ളൂ അല്ലേ? അതാരാ? 24. അതുകൊണ്ട് നിസ്സംശയം പറയാം നമ്മുടെ ഉത്തരം ഓപ്ഷൻ ബി 24. മനസ്സിലായോ? പറഞ്ഞിട്ട് പിടികിട്ടിയോ? ക്ലിയർ ആണോ? എടാ 8ൻ്റെ ഒരു 2 ഗുണിതമൊക്കെ ഉണ്ടെങ്കിൽ നമ്മളിത് ചെയ്തെടുക്കും. ഇവിടെ ചോദിച്ചപ്പോൾ നമുക്ക് നല്ല പടി തെറ്റിട്ടാണ് മക്കളെ PSC ചോദിച്ചത്. അതുകൊണ്ട് 8ൻ്റെ ഒറ്റ ഗുണിതമേ ഉള്ളൂ നമ്മുടെ ഉത്തരം 24. എന്നാൽ 8ൻ്റെ 2 ഗുണിതമൊക്കെ വന്നാൽ എന്ത് ചെയ്യൂടാന്ന് പറഞ്ഞ് താഴെ വന്ന് എന്താ കമൻറ്റ് ചെയ്ത് പൊങ്കാലിടാൻ നിൽക്കണ്ട മക്കളെ. 8ൻ്റെ 2 ഗുണിതം വന്നാൽ ചെയ്തെടുക്കണം, വേറെ മാർഗ്ഗമില്ല. എന്നാൽ ഞാൻ പറഞ്ഞത് അതാണ്, ഇമാതിരി ചോദ്യങ്ങൾ എമ്മാതിരി. എടാ ഒറ്റ ഓപ്ഷൻ മാത്രമേ ഉള്ളെങ്കിൽ ചെയ്ത് സമയം കളയണോ? ആലോചിച്ച് നോക്ക്, നമ്മുടെ സമയം വെറുതെ വേസ്റ്റ് ഇല്ലൂടാ. എടാ ഒറ്റ ഓപ്ഷനേ ഉള്ളു. നിങ്ങൾ ആരും ചുമ്മാ നോക്കുന്നതിന് വലിയ പാടുണ്ടോ നിങ്ങൾക്ക്? ഇല്ല. എടാ നിങ്ങൾ നോക്കണം, നമുക്ക് വേണ്ട എന്താ? ഉയരമാണ്. നമുക്ക് വേണ്ടത് മക്കളെ ഉയരമാണ്. എടാ ഉയരം നോക്കുമ്പം ഉയരം എന്തായാലും ഒരു 8ൻ്റെ റേഷ്യോ ആയിരിക്കണം, അതായത് 8ൻ്റെ ഗുണിതമായിരിക്കണം. ഉയരം എന്തായാലും മക്കളെ ഒരു 8ൻ്റെ ഗുണിതമായിരിക്കണം. അപ്പോൾ 8ൻ്റെ ഗുണിതം എത്ര വരണം നോക്കുമ്പോൾ ഒറ്റ ഒരാളേ ഉള്ളൂ. എടാ ഒറ്റ ഒരാളേ ഉള്ളൂ. ചെയ്യാൻ പോണോ? വേണ്ട മക്കളെ, ചെയ്യരുത്. മനസ്സിലായോ? നമ്മുടെ ഉത്തരം ഓപ്ഷൻ ബി 24. അപ്പോൾ അതേപോലെ ഇവരുടെ വ്യാപ്തം കണ്ടുപിടിക്കും മക്കളെ. L × B × H, അതായത് 3ൻ്റെ റേഷ്യോ വേണം, 5ൻ്റെ റേഷ്യോ വേണം, 8ൻ്റെ റേഷ്യോ വേണം. അപ്പോൾ ഗുണിക്കുമ്പോൾ 120 എന്ന് വരും. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ വ്യാപ്തമാണ് PSC ചോദിച്ചിരുന്നതെങ്കിൽ ഉറപ്പിച്ചോ ഒരു 120ൻ്റെ ഗുണിതം അവിടെ ഉണ്ടോ നോക്കിയാൽ മതി. ഒരു 120ൻ്റെ ഗുണിതം അവിടെ ഉണ്ടോ നോക്കിയാൽ മതി. മനസ്സിലായോ? പറഞ്ഞത് എളുപ്പമല്ലയോ? ദാ അടുത്ത ചോദ്യത്തിലോട്ട് മക്കളെ. വീണ്ടും പ്രീവിയസ് നമ്മുടെ 2023 ഡിഗ്രി പ്രിലിംസിൻ്റെ ചോദ്യം നോക്ക്. 2 സംഖ്യകളുടെ ആകെത്തുക, വ്യത്യാസം, ഗുണനം എന്ന് പറഞ്ഞാൽ അവർ ഈ ഇംഗ്ലീഷ് ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ ഉണ്ടായ തെറ്റാ. ഗുണനം എന്ന് പറഞ്ഞാൽ ഗുണനഫലം എന്നാണ് ഉദ്ദേശിച്ചത് കേട്ടോ. ഗുണനഫലം എന്നിവ 5:1:30 എന്ന അനുപാതത്തിലാണ്. സംഖ്യകളുടെ ഗുണനം, അതായത് ഗുണനഫലം എന്നാണ് ഉദ്ദേശം കേട്ടോ. ഗുണനഫലം കണ്ടെത്തുക മക്കളെ. 2 സംഖ്യകളുടെ തുക, സം 2 സംഖ്യകളുടെ തുക, അതേ 2 സംഖ്യകളുടെ ഡിഫറൻസ്, വ്യത്യാസം, അതേ 2 സംഖ്യകളുടെ ഗുണനഫലം പ്രൊഡക്റ്റ് ഓക്കെ, പ്രൊഡക്റ്റ് എന്നിവ 5:1:30 എന്ന റേഷ്യോയിലാണ്. ഓക്കെ ആണ്. 5:1:30 മക്കളെ, 5:1:30. അവയുടെ ഗുണനഫലം കണ്ടെത്തുക. അതായത് ഗുണനഫലം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. പ്രൊഡക്റ്റാണ് കണ്ടുപിടിക്കുന്നത്. ഗുണനഫലം പ്രൊഡക്റ്റ്. ഇത് യഥാർത്ഥത്തിൽ ചെയ്യാൻ പോയാൽ നിങ്ങൾ കുറേ സമയം എടുക്കുന്നൊരു ചോദ്യം. പക്ഷേ നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്, ഇതിൻ്റെ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ മക്കളെ 30 എന്ന റേഷ്യോയിലില്ലയോ? എടാ ഗുണനഫലം 30 എന്ന റേഷ്യോയിലില്ലയോ? എടാ ഗുണനഫലം 30 എന്ന റേഷ്യോയിലാണ്. അതുകൊണ്ട് തന്നെ ഉറപ്പിച്ചു മക്കളെ, നമ്മുടെ ഗുണനഫലം ഉറപ്പായിട്ടും ഒരു 30ൻ്റെ ഗുണിതമായിരിക്കണം. ഉറപ്പായിട്ടും നമ്മുടെ ഉത്തരം ഒരു 30ൻ്റെ ഗുണിതമായിരിക്കണം. PSC നമുക്ക് നല്ല പഴി തെറ്റിട്ടുണ്ട്. എടാ ചെയ്യാൻ പോകണ്ടായിരുന്നു കണ്ടോ. എടാ ഇതിനെക്കുറിച്ച് ഒരു പുല്ലും അറിയാത്തവനും ഉത്തരം ചെയ്യാമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇമാതിരി ചോദ്യങ്ങൾ എന്നും ഈ ചോദ്യം ചോദിക്കുമെന്ന് വെച്ചാൽ ഇല്ല. എന്നാൽ നമ്മൾ പരീക്ഷ എഴുതാൻ പോകുമ്പോഴൊക്കെ എടാ PSCക്കോ SSCക്കോ RRBക്കോ വേണ്ടിയൊക്കെ പരീക്ഷ എഴുതുമ്പം മിക്കപ്പോഴും ഇത്തരം ചോദ്യങ്ങളും കടന്നു വരാറുണ്ട്. അവിടെ നമുക്ക് സമയം ലാഭിക്കാൻ പറ്റും. എങ്കിൽ പറ മക്കളെ, എടാ ഉറപ്പായിട്ടും നമ്മുടെ സംഖ്യയുടെ ഗുണനഫലം ഒരു 30ൻ്റെ ഗുണിതമായിരിക്കണം. എങ്കിൽ കൂട്ടത്തിൽ നിന്ന് 30ൻ്റെ കുറേ ഒന്നോ അല്ലെങ്കിൽ 2ഓ 3ഓ ഗുണിതങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്ത് തന്നെ എടുക്കണം. എന്നെ പൊങ്കാല ഇടരുത്, ചെയ്ത് തന്നെ എടുക്കണം. എന്നാൽ ഇവിടെ PSC ചോദിച്ചപ്പോൾ മക്കളെ എന്താ 30ൻ്റെ എത്ര ഗുണിതം ഉണ്ടെന്ന് പറ. 280. നോക്ക്, 280 ഒരു 30ൻ്റെ ഗുണിതമാണോ എന്ന് ചെക്ക് ചെയ്യാം. 0 0 വെട്ടി 28നെ 3 കൊണ്ട് വെട്ടാൻ പറ്റത്തില്ല. 250 ഒരു 3ൻ്റെ ഗുണിതമാണോ? 30ൻ്റെ ഗുണിതമാണോ? 0 0 വെട്ടി 25നെ 3 കൊണ്ട് വെട്ടാൻ പറ്റത്തില്ല. എടാ അടുത്ത 200 എന്തായാലും 30 കൊണ്ട് പറ്റത്തില്ല. എന്നാൽ 150 നോക്ക് മക്കളെ, 30ൻ്റെ ഗുണിതമാണോ നോക്കുമ്പോൾ 0 0 വെട്ടി 15/3 എന്ന് പറഞ്ഞാൽ 5. എടാ ഇവൻ 30ൻ്റെ ഗുണിതമാണ്, അവനാണ് നമ്മുടെ ഉത്തരം. മനസ്സിലായോ? ഇതാ നോക്കടാ, ഇനിയുണ്ട്, ചുമ്മാ പറയുന്നതല്ല. ഒരു ബാഗിൽ 216 രൂപ ചില്ലറയായി 1 രൂപ 50 പൈസ 25 പൈസ എന്നീ നാണയങ്ങളാക്കി ഇട്ടിരിക്കുന്നു. അവയുടെ എണ്ണത്തിൻ്റെ അംശബന്ധം 2:3:4 ആയാൽ 50 പൈസ നാണയങ്ങളുടെ എണ്ണം എത്ര? നോക്ക് മക്കളെ, ഒരു ബാഗിൽ 216 രൂപ ചില്ലറയാക്കി ഇട്ടിരിക്കുക. അതിൽ 1 രൂപയുടെ നാണയമുണ്ട്, 50 പൈസയുടെ നാണയമുണ്ട്, 25 പൈസയുടെ നാണയമുണ്ട് മക്കളെ, 25 പൈസയുടെ നാണയമുണ്ട്. ഇത് ഏത് റേഷ്യോയിലാണ്?
2:3:4 എന്ന റേഷ്യോല. എന്ന് പറഞ്ഞാൽ 1 രൂപ എന്ന് പറയുന്നത് മക്കളെ ഉറപ്പായിട്ടും ഒരു 2ന്റെ ഗുണിതമായിരിക്കണം. 1 രൂപ നാണയങ്ങളുടെ എണ്ണം 2ന്റെ ഗുണിതമായിരിക്കണം. 50 പൈസ നാണയങ്ങളുടെ എണ്ണം ഉറപ്പായിട്ടും ഒരു 3ന്റെ ഗുണിതമായിരിക്കണം. 25 പൈസ നാണയങ്ങളുടെ എണ്ണം ഉറപ്പായിട്ടും ഒരു 4ന്റെ ഗുണിതമായിരിക്കണം. കാര്യം അവർ ആ റേഷ്യോയിലാണ് കുഞ്ഞുങ്ങളെ. ശരിയാണോ? എങ്കിൽ നിങ്ങൾ പറ, നിങ്ങൾക്ക് എന്ത് വേണ്ടത്? 50 പൈസ നാണയങ്ങളുടെ എണ്ണം എത്ര? 50 പൈസ നാണയങ്ങളുടെ എണ്ണം എത്ര? അപ്പോൾ എനിക്കറിയാം, എടാ 50 പൈസയാണോ? എങ്കിൽ 50 പൈസയുടെ റേഷ്യോ 3. അതുകൊണ്ട് തന്നെ 50 പൈസ നാണയങ്ങളുടെ എണ്ണം ഒരു 3ന്റെ ഗുണിതമായിരിക്കണം. ഒരു 3ന്റെ ഗുണിതമായിരിക്കണം. ഒരു 3ന്റെ ഗുണിതമായിരിക്കണം. നിങ്ങൾ നോക്ക്, 86 ഒരു 3ന്റെ ഗുണിതമാണോ? 3ന്റെ ഗുണിതമാണോ എന്ന് പരിശോധിക്കുന്നത് എങ്ങനെയാ? അക്കങ്ങളുടെ തുക എടുക്കുമ്പം 3ഓ 3ന്റെ ഗുണിതം കൂടെ വരണം. 8 6 കൂട്ടിയ 14. 14 ഒരു 3ന്റെ ഗുണിതമല്ല, അപ്പോൾ ഇതല്ല. അടുത്ത 5 1 6 1 7. 7 എന്തായാലും 3ന്റെ ഗുണിതമല്ല, അപ്പോൾ ഇതും 3ന്റെ ഗുണിതമല്ല. അടുത്ത 4 4 8. 8 1 9. എടാ ഇവനൊരു 3ന്റെ ഗുണിതവാ. 4 4 8 1 9. അടുത്ത 4 1 5. 5 0 5 തന്നെ. ഇവനും 3ന്റെ ഗുണിതമല്ല. കഴിഞ്ഞ്. എടാ ചെയ്യാൻ പോകണ്ട, നമ്മുടെ ഉത്തരം 144. മനസ്സിലായോ? പിടികിട്ടിയോ? 2008 ചോദിച്ചൊരു ചോദ്യം ഇത്. അപ്പോൾ നിങ്ങൾ ചോദിക്കടാ 2008 ചോദ്യമൊക്കെ ആയിട്ടാണ് വരുന്നതെന്ന്. മക്കളെ ഇത് 2023 ചോദ്യമാണ്. ഇതാ ഇതും 2023 ചോദ്യമാണ്. അപ്പോൾ ഇപ്പോഴും ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. മനസ്സിലായോ? ഇതാ വീണ്ടും എയും ബിയും ഒരു നിശ്ചിത തുക 2ആയി വിഭജിച്ചു. 4:7 എന്ന അംശബന്ധത്തിലാണ് വീതിച്ചത്. എയ്ക്ക് 16,000 രൂപ ലഭിച്ചുവെങ്കിൽ ബിക്ക് ലഭിച്ച തുക എത്ര? കണ്ടോ മക്കളെ, എയും ബിയും ഒരു തുക 4:7 എന്ന റേഷ്യോയിൽ വീതിച്ചു. എയ്ക്ക് 16,000 രൂപ ലഭിച്ചു എങ്കിൽ ബിക്ക് ലഭിച്ച തുക എത്ര എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. എനിക്കൊരു കാര്യം അറിയാം, എയ്ക്ക് കിട്ടണമെങ്കിൽ അത് 4ന്റെ ഒരു ഗുണിതത്തിലേ കിട്ടത്തുള്ളൂ, ഗുണിതമായിട്ടേ കിട്ടത്തുള്ളൂ. ബിക്ക് ലഭിക്കണമെങ്കിൽ അത് 7ന്റെ ഒരു ഗുണിതമായിരിക്കണം. നിങ്ങൾ പറ, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ബിക്ക് ലഭിച്ച തുക എത്രയാണ്? ബിക്ക് കിട്ടേണ്ടത് മക്കളെ ഉറപ്പായിട്ടും ഒരു 7ന്റെ ഗുണിതമാണ്. എങ്കിൽ കൂട്ടത്തിൽ നിന്ന് 7ന്റെ ഗുണിതത്തെ കണ്ടുപിടിച്ചാൽ മതി. 20,000 നോ, 31,000 നെവർ, 25,000 എന്തായാലും അല്ല. നമ്മുടെ ഉത്തരം ദാ 28,000. ഓപ്ഷൻ ബി 28,000 ആണ് ബിക്ക് ലഭിച്ച തുക. മനസ്സിലായോ? ക്ലിയർ ആണോ മക്കളെ? പക്കയായിട്ട് മനസ്സിലായോ? സംഭവം സൂപ്പർ അല്ലയോ? അപ്പം ഇതേപോലുള്ള കിഡിലൻ ട്രിക്കുകളും സൂപ്പർ ഷോർട്ട് കട്ടുകളുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും, ഉറപ്പായിട്ടും വരും. അപ്പം ഇതേപോലുള്ള വീഡിയോസ് ഇനി നിങ്ങൾക്ക് ലഭിക്കുന്നതിനായിട്ട് തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിച്ചുകൊണ്ട് നമ്മുടെ ഈ ട്രിക്കുകളെല്ലാം നിങ്ങൾക്ക് ഗുണപ്രദമാകട്ടെ, ഉപകാരപ്പെടട്ടെ എന്ന് പ്രത്യാശിച്ചുകൊണ്ടും തൽക്കാലം വിട പറയുന്നു. ബൈ ഫ്രം വിശാഖ് പാവുമ്പ.